ഷിജ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത ശേഷം തള്ളുകയാണ്. എന്തൊക്കെയാണ് ഇന്ന് സഭയിൽ നടന്നത്? തീർച്ചയായും അജിൻഷാദ്, ഇന്നും പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ അത് ചർച്ച ചെയ്യാൻ തയ്യാറാവുകയായിരുന്നു. അവർ ഉന്നയിച്ച വാദങ്ങളെല്ലാം തന്നെ തള്ളിപ്പോകുന്ന രീതിയിലുള്ള ഒരു മറുപടി തന്നെയാണ് ആ ധനമന്ത്രി KN ബാലഗോപാൽ നൽകിയത് എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. കാരണം കേരളം കടക്കണിയിലാണ് എന്ന് വലിയ തോതിൽ പ്രചരിപ്പിക്കാനുള്ള ഒരു ശ്രമം അത് നടക്കുന്നുണ്ട്. പക്ഷേ പുറത്തുവന്ന CAG റിപ്പോർട്ട് സഭയിൽ കാണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചത്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ട നിലയിലാണ് എന്നുള്ള കാര്യം CAG റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമാണ്. പ്രതിപക്ഷ നേതാവിന്റെ സത്യസന്ധത ഈ ഒരു അടിയന്തര പ്രമേയ വിഷയം കൊണ്ടുവരുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം സുഭിക്ഷമായ ഓണമായിരുന്നു ഇത്തവണത്തേത് എന്ന് പറഞ്ഞത് ജനങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതിനൊപ്പം തന്നെ ഏത് രീതിയിലാണ് സംസ്ഥാനത്തെ കേന്ദ്രം വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നത്, അത് നികുതി വരുമാനം, അതോടൊപ്പം തന്നെ വായ്പാ പരിധി, ഗ്രാന്റ് എന്നിവയിൽ വലിയ വെട്ടിക്കുറവാണ് കേന്ദ്രം വരുത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ പ്രതിപക്ഷത്തിന് ഒന്നും പറയാനില്ലാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ പോലും സംസ്ഥാനം അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിലോ വികസന പ്രവർത്തനങ്ങളിലോ മാറ്റം വരുത്താതെ അത് കൃത്യമായ രീതിയിൽ നടത്തി മുന്നോട്ട് പോകുകയാണ്. സംസ്ഥാന സർക്കാർ ഹൃദയമുള്ളവർക്കൊപ്പം തന്നെയാണ്. എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടിയാണ് ഈ സർക്കാർ നിലകൊള്ളുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. കേന്ദ്രത്തിനെതിരെ പക്ഷേ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ സംസ്ഥാനത്തെയും സംസ്ഥാന സർക്കാരിനെയും വിമർശിക്കുന്ന നടപടികൾ മാത്രമാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിനടക്കം വിശദമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ആ ധനമന്ത്രി സംസാരിച്ചത്. ഏതായാലും ധനമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയം സഭ തള്ളിയിരിക്കുകയാണ്. അജിംഷാദ്. ശരി, ഷിജയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.